അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമായി ഈ കൺസെഷൻ പരിമിതപ്പെടുത്തണം, അതിന്റെ മാനദണ്ഡം ചുരുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ കൺസെഷന്റെ മാനദണ്ഡം എന്താ? കൺസെഷന്റെ മാനദണ്ഡം വിദ്യാർത്ഥി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അർഹതയുടെ മാനദണ്ഡം സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മറ്റു മാനദണ്ഡങ്ങളോ മറ്റിതര കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകൾക്കും കൃത്യമായ തരത്തിൽ കൺസെഷൻ ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് KSU നിലപാട്. ഇവിടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുണ്ട്, തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ. കർണാടകയിൽ സ്ത്രീകൾക്കും സൗജന്യ യാത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങളിൽ അന്യ സംസ്ഥാനത്ത് അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെയുണ്ട്. ഇവിടെ എല്ലാ കാലഘട്ടത്തിലും KSU എടുത്തിട്ടുള്ള നിലപാട്, KSU സ്വീകരിച്ചിട്ടുള്ള നിലപാട് കൺസെഷന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച സ്വീകരിച്ചിട്ടില്ല. അത് KSUവിന്റെ തുടക്കകാലത്ത് ഏറ്റവും പ്രസക്തമായ സമരമായ ഔരണ സമരം മുതലാണെങ്കിൽ പോലും അത് പിന്നീട് ഇങ്ങോട്ട് നിരന്തരമായി സ്വകാര്യ ബസ് ഉടമകൾ കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ച എല്ലാ ഘട്ടങ്ങളിലും ഈ കൺസെഷൻ വർദ്ധിപ്പിക്കരുത്, വിദ്യാർത്ഥികൾക്ക് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കരുത്, ഇല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമായി ചുരുക്കപ്പെടുത്തണം എന്നുള്ള ദുർബല വാദങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ഒരിടയിൽ നിന്ന് 10 പൈസയാക്കി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് KSU ഒരെണ്ണ സമരവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അത് അന്ന് ബോട്ടിലാണ് ഇത്തരത്തിൽ സൗജന്യ യാത്രാ നിരക്ക് വേണ്ടി പോരാടിയതെങ്കിൽ, ഒരെണ്ണ സമരം നടന്നതെങ്കിൽ പിന്നീട് അത് ഗതാഗതത്തിലേക്ക് അടക്കം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഈ ഘട്ടത്തിൽ വളരെ ക്ലിയറായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ അർഹതയുടെ മാനദണ്ഡം വിദ്യാർത്ഥി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അർഹമായ കൺസെഷൻ ലഭ്യമാക്കണം. അതിൽ മറ്റ് ഇതര കാറ്റഗറിയോ മറ്റ് സാമ്പത്തിക അടിസ്ഥാനമോ മറ്റ് ലേബലുകളോ ഒന്നും തന്നെ ചേർത്താനായിട്ട് അനുവദിക്കില്ല. കൺസെഷന്റെ കാര്യത്തിൽ വെള്ളം ചേർക്കാനുള്ള ഏത് തീരുമാനം സ്വീകരിച്ചാലും അതിനെതിരെ ശക്തമായ തരത്തിലുള്ള വിയോജിപ്പ്, നിലപാട്, പ്രതിഷേധം അത് KSU രേഖപ്പെടുത്തും. ഇവിടെ സ്വകാര്യ ബസ് ഉടമകൾ അടക്കം നിരന്തരമായി ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അവർ കൺസെഷൻ കൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ചർച്ചകളാവട്ടെ, അക്കാര്യത്തിൽ അവർ ആശങ്കകൾ കേൾക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. പക്ഷേ കൺസെഷനിൽ തൊട്ടൊരു തീരുമാനം എന്തായാലും സ്വീകരിക്കാൻ KSU അനുവദിക്കില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.